മുഞ്ചത്തി പെണ്ണ്. ആഷി, നീ പറഞ്ഞത് സത്യമാണോടാ? എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആരാ കക്ഷി? അൻവറാണെങ്കിൽ തൻ്റെ ചങ്ങായിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പള്ളിപ്പടിയുടെ താഴെ പാർക്ക് ചെയ്ത ബൈക്കിലിരിക്കുകയാണ്. ആഷി അപ്പോഴും തീവ്രമായ ആലോചനയിലും. ഓനോട് തുറന്നു പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ റബ്ബേ? ഡാ ആഷി, ഒന്ന് പറയടാ. ആളെങ്ങനെ? മുഞ്ചത്തിയാണോ അതോ നാട്ടുകാരിയാണോ? ഞാൻ അറിയുന്ന പെണ്ണാണോടാ? അൻവർ തുരുതുര ചോദ്യങ്ങൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആഷി ഒന്നും മിണ്ടാതെ അങ്ങനെയിരുന്നു. എന്തെങ്കിലും ഒന്ന് പറയടാ. കുറെ നേരമായല്ലോ നീ ഇരിപ്പ് തുടങ്ങിയിട്ട്. വെറുതെ വീട്ടിൽ കിടന്നുറങ്ങി എന്നെ വിളിച്ചു വരുത്തിയിട്ട്. അൻവർ പല്ലിഞ്ഞരിച്ചു. പക്ഷെ മറുപടിയായി ആഷിക്കാണെങ്കിൽ ഒരു പുഞ്ചിരിയാണ് അവന് തിരികെ നൽകിയത്. നിന്റെ ഈ ചിരിയില്ലേ, ഈ കള്ളച്ചിരിയിൽ ഓള് വീണുപോയി കാണും ഇല്ലടാ. ആഷി അവനെ നോക്കി ഒന്ന് തലകുലുക്കി. നീ ആളെ പറയോ? അത് സമയമായിട്ടില്ല അൻവറേ, ഇത്തിരി കൂടി കാത്തിരിക്കേണ്ടി വരും. എന്നാലും നീ ഓളെ പറയൂല അല്ലേ? ഇല്ലെന്ന് അവൻ ചുമൽ കൂപ്പി. അപ്പോഴേക്കും കടുത്ത ദേഷ്യത്തിൽ ആഷിയെ നോക്കി പല്ലിറമ്മിക്കൊണ്ട് അൻവർ തൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോയിരുന്നു. ആഷിയാണെങ്കിൽ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. സമയം നോക്കിയപ്പോൾ 4:30. വരണ്ട സമയമായല്ലോ. എന്നിട്ട് എവിടെ? വീണ്ടും ആലോചനയോടെ നോക്കി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കണ്ടു അകലെ നിന്നും വരുന്ന റോബിൻ മോട്ടോഴ്സ്. അത് കണ്ടതും ഹൃദയത്തിൽ ഒരു വേലിയേറ്റം പോലെ. ബസ് സ്റ്റോപ്പിൽ വന്ന് നിർത്തിയതും അവൻ്റെ കണ്ണുകൾ ഫ്രണ്ട് ഡോറിലേക്ക് നീണ്ടു. നെഞ്ചിലെ പിടപ്പ് കൂടിക്കൂടി വരികയാണ്. എന്നിരുന്നാലും ശരി, ഇന്നോളോട് തുറന്നു പറയും അവൻ തീരുമാനിച്ചു. ആഷിഖ് തഹജ്ജുദ് നിസ്കാരത്തോടെ ഉണരുന്ന ഒരു കുടുംബത്തിലെ മൂത്ത മകൻ. നിസ്കാരവും നോമ്പും ഓതലും ഒക്കെയായി കഴിയുന്ന ഒരു ട്രഡീഷണൽ ഫാമിലിയായിരുന്നു അവൻ്റേത്. കൗമാര കാലഘട്ടം മുതൽക്ക് അവൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ഒരു മുഞ്ചത്തി ഉണ്ടായിരുന്നു. ഓത്തുപള്ളിയിലേക്ക് വാപ്പച്ചിയുടെ കയ്യും പിടിച്ചു വരുന്ന അവളെ കാണുവാനായി അവൻ വഴിയോരത്ത് കാത്തു നിൽക്കുമായിരുന്നു. ആരോടും പറയാതെ കൊണ്ട് അവളോടുള്ള പ്രണയം അവൻ തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. നാളുകൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു. വേനലും വർഷവും വസന്തവും ശിശിരവും ഒക്കെ മാറി മാറി കാലത്തെ പുൽകി. അന്നത്തെ പൊടിമീശക്കാരൻ വളർന്ന് 22 വയസ്സുള്ള യുവാവായി. തട്ടമിട്ട മുഞ്ചത്തിയില്ലേ, അവളും തൻ്റെ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം അടുത്ത മേഖലയിലേക്ക് കടക്കാൻ തയ്യാറെടുത്തു. ആഷിഖ് ആണെങ്കിൽ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലെ ചെക്കനാണ്. പക്ഷേ നമ്മുടെ നായികയോ അവൾ നേരെ വിപരീതവും. കൂട്ടുകാരികളോടൊപ്പം ഒരു കോഫി ഷോപ്പിൽ കയറുന്നതിലോ ഒരു സിനിമ കാണുന്നതിലോ ഒന്നും അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവുകയും ചെയ്യാം. ഒരു അടിച്ചു പൊളിക്കാരി പെൺകുട്ടിയായിരുന്നു അവൾ, മെഹർ ഫാത്തിമ. ആഷിഖിൻ്റെ പ്രണയം അങ്ങനെ അവൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ പതിഞ്ഞു കിടന്നു. നിറമുള്ള കിനാബുകൾ അവൾക്കായി സ്വരുക്കൂട്ടി അവൻ കാത്തിരുന്നു. അവളുടെ ഡിഗ്രി പരീക്ഷയുടെ റിസൾട്ട് വന്നതറിഞ്ഞുകൊണ്ട് അവളെ ഒന്ന് അഭിനന്ദിക്കാനും ഒപ്പം തൻ്റെ പ്രണയം തുറന്നു പറയാനും അവൻ ആ വഴിക്കോണിൽ കാത്തു നിന്നു. കൂട്ടുകാരിയോടൊപ്പം എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടുവരുന്ന മെഹറിനെ കണ്ടതും ആഷയുടെ നെഞ്ചും ഒന്ന് പിടച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനോട് തനിക്ക് അവളെ ഇഷ്ടമാണെന്ന് തുറന്നു പറയാൻ പോകുന്നത്. അവളുടെ പ്രതികരണം എന്താവുമെന്ന് യാതൊരു ഊഹവുമില്ല. എന്തായാലും ഇനിയൊരു നിമിഷം പോലും കാത്തിരിക്കാനുള്ള ക്ഷമയുമില്ല. അവൻ ഇടവഴിയിലേക്ക് മെല്ലെ ബൈക്ക് ഓടിച്ചു പോയി. ഇതിലൂടെയാണ് ഓള് വരുന്നത്. അധികം ആളുകളൊന്നും ഇല്ലാത്ത സമയം. പടച്ചോനെ, പെട്ടെന്നൊന്ന് എത്തിയിരുന്നെങ്കിൽ. അതെങ്ങനെ അവളുടെ സംസാരം തീരില്ല. വഴിയെ കാണുന്ന വണ്ണാത്തിക്കുരുവിയോട് പോലും കിന്നാരം പറഞ്ഞുകൊണ്ടില്ലേ അവളുടെ നടപ്പ്. അവനൊന്ന് നോക്കിയപ്പോൾ കണ്ടു കൂട്ടുകാരി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ട ശേഷം ഇടവഴിയിലേക്ക് തിരിയുന്ന മെഹറിനെ. അവൾ അടുത്തു വരുംതോറും ഹൃദയം പെരുമ്പഴം മുഴുങ്ങുകയാണ്. എങ്കിലും രണ്ടിലൊന്നറിഞ്ഞിട്ട് ബാക്കി കാര്യം. അവനൊന്നും നെടുവീർപ്പെട്ടു. നവാസണ്ണൻ്റെ മോളല്ലേ? അവൾ അടുത്തെത്തിയതും ആഷി ചോദിച്ചു.
പെട്ടെന്ന് അവളൊന്ന് മുഖമുയർത്തി നോക്കി. ഇരുമിഴികളും ഒന്ന് കോർത്തു വലിച്ചു. അവളുടെ വെള്ളാരം കണ്ണുകളിൽ കരിമഷി പടർന്നിരുന്നു. ചുണ്ടപ്പഴം പോലത്തെ തുടുത്ത അതരത്തിലേക്ക് മിഴികൾ പാഞ്ഞതും അവൻ ഒട്ടൊരു സംയമനം പാലിച്ചു. അതെ, അത്തായി അറിയോ? പെട്ടെന്ന് അവൾ ചോദിച്ചു. ഉവ്, എൻ്റെ വാപ്പച്ചിയുടെ ചങ്ങായിയായിരുന്നു. അണ്ണൻ നാട്ടിലുണ്ടോ അതോ? ഇല്ല, അത്ത വന്നു പോയിട്ട് 2 മാസം കഴിഞ്ഞു. ഓ, അത് ശരി. വാപ്പച്ചിക്ക് എന്തോ സംസാരിക്കാനാണ്. നമ്പറുണ്ടോ? നമ്പർ ഉണ്ടല്ലോ, തരാമേ. ഒന്ന് ആലോചിച്ച ശേഷം അവൾ ബാഗ് തുറന്ന് ഫോൺ കയ്യിൽ എടുത്ത് ലോക്ക് മാറ്റിയതും ആഷിയത് അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചു. താൻ എന്തായി കാണിക്കുന്നേ? ഒരു ഫോൺ ഇങ്ങോട്ട് താടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ തിരികെ മേടിക്കാൻ നോക്കിയതും അവൻ തൻ്റെ ഫോണിലേക്ക് മിസ്ഡ് കോൾ വിടുമായിരുന്നു, മെഹറിൻ്റെ നമ്പറിൽ നിന്നും. എന്നിട്ട് വേഗം തന്നെ ഫോൺ അവൾക്ക് തിരികെ കൈമാറി. നിങ്ങൾ എന്താണ് ചെയ്തത്? ആരാണ് നിങ്ങൾ? മെഹറിനപ്പോൾ വല്ലാത്ത ഭയമൊക്കെ തോന്നി. മെഹർ, എൻ്റെ പേര് ആഷിഖ് മുഹമ്മദ്. ഈരാറ്റുപേട്ടയാണ് സ്വദേശം. ഞാൻ എംടെക് കഴിഞ്ഞു. ഇപ്പോൾ കോട്ടയത്തുള്ള SBIയുടെ മെയിൻ ബ്രാഞ്ചിൽ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുന്നു. എൻ്റെ വാപ്പച്ചയ്ക്ക് ബിസിനസ്സാണ്. ഉമ്മച്ചി ഹൗസ് വൈഫ്. എനിക്ക് താഴെ 3 സഹോദരങ്ങളുണ്ട്. നേരെ ഇളയവൾ ആലിയ, ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഈരാറ്റുപേട്ടയിൽ തന്നെ. അതിൻ്റെ ഇളയത് 10. ഏറ്റവും ഇളയത് 8ലും പഠിക്കുന്നു. പിന്നെ എൻ്റെ വാപ്പച്ചിയുടെ ഉമ്മാനും ഉപ്പായും ഞങ്ങളുടെ കൂടെയുണ്ട്. അവൻ എന്തിനാണ് ഇത്രയൊക്കെ തന്നോട് വിശദീകരിച്ച് പറയുന്നത് എന്ന് മനസ്സിലാവാതെ അവനെ നോക്കി നെറ്റിച്ചുളിച്ച് നിൽക്കുകയാണ് മെഹർ. താനിപ്പോൾ ചിന്തിച്ചു കൂട്ടുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. വളച്ചുകെട്ടില്ലാതെ പറഞ്ഞോട്ടെ, എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ല, പെരുത്തിഷ്ടം. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേട്ടോ. 10 വർഷത്തോളമായി. താൻ പോലും അറിയാതെ ഞാൻ തന്നെ പ്രണയിക്കുകയായിരുന്നു. ഒന്ന് തുറന്നു പറയാൻ, തൻ്റെ ഡിഗ്രി എക്സാം കഴിയും വരെ ഞാൻ വെയിറ്റ് ചെയ്തതാണ്. കാരണം ഇതൊന്നും തൻ്റെ പഠനത്തെ ബാധിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് കേട്ടുകൊണ്ട് തരിച്ചു നിൽക്കുകയാണ് മെഹർ. സ്വപ്നത്തെ പോലും കരുതിയതല്ല ഇയാൾ വന്നത് ഒരു പ്രണയാഭ്യർത്ഥനയുമായിട്ടാണെന്ന്. സത്യമായിട്ടും കരുതിയത് അത്തായി അറിയുന്ന ആരെങ്കിലും ആവുമെന്നാണ്. പക്ഷേ ഇതിപ്പോ മെഹർ, ആലോചിച്ച് പറഞ്ഞാൽ മതി. തൻ്റെ നമ്പർ എൻ്റെ കൈവശമുണ്ട്. ഞാൻ വിളിക്കാം. രാത്രി 10 മണിക്ക് ശേഷം. അതൊന്നും വേണ്ട, എന്നെയൊന്നും ഫോൺ വിളിക്കണ്ട. എനിക്ക് ഈ പ്രണയത്തിനോടൊന്നും താല്പര്യവുമില്ല. സോറി ആഷിഖ്, ഞാൻ പോട്ടെ, നേരം വൈകി. അതും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അവൻ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. എന്നിട്ട് അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. എടോ, ഞാൻ മെസ്സേജ് അയക്കും. എനിക്ക് മറുപടി തന്നിട്ട് താൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ. വേണ്ട, എനിക്കിഷ്ടമല്ല അതൊന്നും. തൻ്റെ പ്രണയം നിഷ്കരുണം വലിച്ചെറിഞ്ഞുകൊണ്ട് നടന്നു പോകുന്നവളെ നോക്കി ആഷി അങ്ങനെ നിന്നു. റബ്ബേ, ആരെങ്കിലും കണ്ടോ ആവോ? മെഹറാണെങ്കിൽ വട്ടം തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് ടോൺ. അതെടുത്തു നോക്കി. 10 വർഷം. ദാറ്റ് മീൻസ് 120 മാസങ്ങൾ, 3652 ദിവസങ്ങൾ, 87,648 മണിക്കൂർ, 52,58,880 മിനിറ്റ്സ്, 31,55,32,800 സെക്കൻഡ്സ്. ഇത്രയും ഞാൻ പിന്നിട്ടത് മെഹർ ഫാത്തിമ എന്ന ഒറ്റ വിചാരത്തിലാണ്. അതുകൊണ്ട് ആഷിഖ് ഒരു പെണ്ണിനെ സ്വന്തമാക്കുന്നുവെങ്കിൽ അത് നിന്നെയായിരിക്കും. അവൻ്റെ മെസ്സേജ് വായിച്ചതും മെഹർ ശ്വാസം വിലങ്ങി നിന്നുപോയി. തമ്പുരാനെ, ഇയാളിതെന്തു ഭാവിച്ചാണ്? അപ്പോഴേക്കും അടുത്ത മെസ്സേജ്. മെഹർ, ഇയാളെൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് കളയാം എന്നൊന്നും ആലോചിക്കണ്ട. നിനക്ക് വേണ്ടി എത്ര സിം വേണേലും ഞാൻ എടുത്തോളാം. അപ്പം ശരി, ഇനി ശല്യം ചെയ്യുന്നില്ല. പക്ഷേ രാത്രി 11 മണിക്ക് എൻ്റെ മെസ്സേജ് വീണ്ടും വരും. ബൈ. വീട്ടിലെത്തിയ ശേഷം മെഹറിനാണെങ്കിൽ ആകെക്കൂടി ഒരു പരവേശം. പെട്ടെന്ന് തന്നെ അവൾ തൻ്റെ റൂമിലേക്ക് പോയി ഫോൺ എടുത്ത് സൈലൻ്റ് ആക്കിയിട്ട് എന്നിട്ടത് ബാഗിൽ ഒളിപ്പിച്ചു.
അനുജത്തി എങ്ങാനും കണ്ടാലോ എന്ന് ഭയന്നു. അയാൾ വിളിക്കുമെന്നുള്ളത് 100% അവൾക്ക് ഉറപ്പാണ്. മെഹർ, പുറത്തുനിന്ന് ഉമ്മാൻ്റെ വിളിച്ചു കേട്ടതും അവൾ വേഗം മുറിവിട്ടിറങ്ങി. മോളെ, ചായ കുടിക്കാൻ വരുന്നില്ലേ? ആ, വരുവാ. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. സൽവാർ മാറിയ ശേഷം ഒരു ഫ്രോക്ക് എടുത്തിട്ടുകൊണ്ട് അവൾ ഹോളിലേക്ക് ഇറങ്ങി വന്നു. സെറ ഇതുവരെയായിട്ടും എത്തിയില്ലേ? കവലയിൽ നിന്ന് ബസ് ഇറങ്ങി. അയ്യപ്പ സീസൺ ആയതുകൊണ്ട് വഴിയെല്ലാം ബ്ലോക്കായിരുന്നു. ഉമ്മച്ചി മേശമേലെടുത്ത് ചായ വെച്ചിട്ടുണ്ട്, കൂടെ ഒരു പരിപ്പോടെയും. മെഹർ പോയി TV ഓൺ ചെയ്തു. ശേഷം വന്ന് ചായ എടുത്ത് മെല്ലെ ഊതി കുടിച്ചു. ഉമ്മാടെ അനുജത്തി റംലാത്ത ഫോൺ വിളിച്ചപ്പോൾ അവർ അതുമായി അടുക്കളയിലേക്ക് പോയി. എല്ലാ ദിവസവും ആസ്വദിച്ചിരുന്ന് ചായ കുടിക്കുന്ന താനാണ്. പക്ഷേ ഇന്ന് ആകെക്കൂടി വല്ലാത്ത ടെൻഷൻ. ആ ചെക്കൻ, അയാൾ ഇതെന്തോ ഭാവിച്ചാണെൻ്റെ റബ്ബേ. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പുലിവാലുണ്ടാകും. ഓർത്തിട്ട് തലകറങ്ങുന്നു. പേടി കാരണം ചൂട് ചായ ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചു തീർത്തു. ഇത്താ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത വീട്ടിലെ 5 വയസ്സുകാരി നിച്ചു കയറി വന്നു. മെഹറാണെങ്കിൽ അവളെ പിടിച്ച് തൻ്റെ മടിയിലിരുത്തി പരിപ്പോടയുടെ ഒരു ഭാഗം മുറിച്ചെടുത്ത് വായിലേക്ക് വെച്ചു കൊടുത്തു. നിച്ചൂസേ, നീ ഇന്ന് അംഗൻവാടി പോയില്ലേ? പോയിരുന്നല്ലോ. എന്നിട്ട് എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ? അവൻ എന്തു പറയുന്നു? അവനിട്ടിന്ന് ടീച്ചർ വഴക്ക് പറഞ്ഞു. എന്തിന്? എൻ്റെ അടുത്ത് പിച്ചി പറിച്ചു. ശോ, കഷ്ടായല്ലോ. ആ, എന്നാലും സാരമില്ല, ടീച്ചർ 2 കൊടുത്തുല്ലോ അല്ലേ? അവർ സംസാരിച്ചിരുന്നപ്പോൾ മെഹറിൻ്റെ അനുജത്തി സെറ കയറി വന്നു. മെഡിക്കൽ കോളേജിൽ BDS ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണവൾ. അക്കച്ചി കോളേജിൽ പോയിട്ട് എപ്പോൾ വന്നു? ഞാൻ 1-2 വട്ടം ഫോൺ വിളിച്ചല്ലോ, എന്തേ എടുക്കാഞ്ഞത്? മെഹറിൻ്റെ അടുത്തായി വന്നിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു. ഞാൻ വന്നിട്ട് 1/2 മണിക്കൂറായി. ഫോൺ സൈലൻ്റായിട്ടിരിക്കുക, അതാവും ബെല്ല് കേൾക്കാഞ്ഞ്. ഒരു ഒഴുക്കം മട്ടി പറഞ്ഞ ശേഷം അവൾ വീണ്ടും നിച്ചുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. രാത്രിയിലെ ഓതലും നിസ്കാരവുമൊക്കെ കഴിഞ്ഞപ്പോഴും അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴുമൊക്കെ മെഹർ മറ്റേതോ ലോകത്തായിരുന്നു. ഉമ്മച്ചിയും സെറയും കൂടി എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ തക്ക മനസ്ഥിതിയിലല്ലായിരുന്നു അവൾ. സമയം പിന്നിട്ടുകൊണ്ടേയിരുന്നു. രാത്രി 10 മണിയായപ്പോഴേക്കും വാപ്പച്ചി വിളിച്ചു. എന്നും അതാണ് പതിവ്. മൂവരും മാറി മാറി സംസാരിച്ചു. 1/2 മണിക്കൂർ നേരം എന്നും അവർ സംസാരിക്കും. ശേഷം ഫോൺ വെച്ചിട്ട് പോയി കിടക്കും. അമ്മയും മക്കളും കൂടി ഒരു മുറിയിലാണ് കിടക്കുന്നത്. 11 മണിയാകുമ്പോൾ യാതൊരു കാരണവശാലും ആരും ഉറങ്ങാറില്ല. മിക്കവാറും ആ സമയത്ത് സെറയിരുന്ന് പഠിക്കും. അതുകൊണ്ട് ആഷിയുടെ കോൾ വരുന്നതോർത്ത് പേടിച്ച് മെഹർ ദുവാ ചെയ്ത് കിടന്നു. ക്ലോക്കിൽ സമയം 11 അടിക്കും മുന്നേ അവൾ ഫോണെടുത്ത് സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നെയും കുറേ സമയം കഴിഞ്ഞ ശേഷം സെറ വന്ന് കിടന്നു. അവളും ഉമ്മച്ചിയും ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയതും മെഹർ ഫോണെടുത്ത് ഓൺ ചെയ്തു. ശേഷം അത് സൈലന്റ് മോഡിലിട്ടു. പെട്ടെന്നായിരുന്നു അവൾക്കൊരു കോൾ വന്നത്. ആഷിഖ് എന്നുള്ള പേര് ട്രൂ കോളറിൽ തെളിഞ്ഞു വരികയും ചെയ്തപ്പോൾ അവളുടെ നെഞ്ചിടിച്ചു. 3 തവണ ഫോൺ റിങ് ചെയ്തു തീർന്നു. എങ്കിലും അവളത് അറ്റൻഡ് ചെയ്തില്ല. പക്ഷേ വീണ്ടും വീണ്ടും ആഷി വിളിച്ചുകൊണ്ടേയിരുന്നതും അവൾക്കാകെ ഒരു പരവശം പോലെ. തല പൊന്തിച്ചു നോക്കിയപ്പോൾ ഉമ്മച്ചി സെറയും നല്ല ഉറക്കത്തിലാണ്. അവൾ എഴുന്നേറ്റ് വേഗം വാഷ്റൂമിലേക്ക് പോയി. അപ്പോഴും അവൻ്റെ കോൾ അവളെ തേടിയെത്തി. ഒടുവിൽ അവനോട് സംസാരിക്കുവാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഹലോ മെഹർ, എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുവാണെന്നോ? ഫോണെടുത്ത് കാതോട് ചേർത്തതും ആഷിയുടെ ശബ്ദം. തനിക്കിത് എന്തിൻ്റെ കേടാണ്? ഞാൻ പറഞ്ഞല്ലേ എന്നെ വിളിക്കരുതെന്ന്? അവൾ പതിയെ ശബ്ദം താഴ്ത്തി. ദേ പെണ്ണെ, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനല്ലേ ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്. ഇതിനുള്ള മറുപടി ഞാൻ നേരിട്ട് നിങ്ങളോട് പറഞ്ഞതല്ലേ. അതിന് യാതൊരു മാറ്റവുമില്ലാട്ടോ. ഞാൻ ഫോൺ വയ്ക്കുക. പ്ലീസ് പ്ലീസ് വെക്കല്ലേ മെഹർ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എന്താണ്? അല്പം ദേഷ്യത്തിൽ അവൾ ചോദിച്ചു. മുന്നത്താടെ മോടെ കല്യാണം കൂടാൻ താൻ ശനിയാഴ്ച വരില്ലേ? അന്ന് വരുമ്പോൾ സാരി ഉടുക്കണം കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അണ്ണനാണ് ചെക്കൻ. അതുകൊണ്ട് ഞാനും കല്യാണത്തിന് വരും. അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ കോൾ കട്ടായി.
മുന്നത്ത എന്ന് പറയുന്നത് മെഹറിൻ്റെ ഉമ്മച്ചിയുടെ വകയിലൊരു ചേട്ടത്തിയാണ്. അവരുടെ മൂത്ത മോളുടെ കല്യാണമാണ് കഴിഞ്ഞത്. നാളെ കഴിഞ്ഞ് അതിന് പോകാൻ കസിൻസ് എല്ലാവരും സാരിയാണ് ഉടുക്കുന്നത്. ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് അത് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇനി താൻ സാരി ഉടുത്ത് ചെന്നാൽ പിന്നെ അതവൻ പറഞ്ഞിട്ടാണെന്ന് ഓർക്കും. ആലോചനയോട് കൂടി മെഹർ വന്ന് ബെഡിലേക്ക് കയറി കിടന്നു. അല്ലോ, ഇവൻ ഇതെന്ത് ഭാവിച്ചാണ്? മര്യാദയ്ക്ക് മനസമാധാനമായിട്ട് നടന്ന ഞാനാണ്. ഇനി എന്തൊക്കെയാവും സംഭവിക്കാൻ പോകുന്നത്? കുടുംബക്കാരെല്ലാരും കൂടുന്ന കല്യാണം ആദ്യം. നിറയെ ബന്ധുജനങ്ങളുള്ള കുടുംബവും. ഇവനിനി നേരിട്ട് വന്ന് എന്തെങ്കിലും തന്നോട് പറയോ ആവോ? അവൾക്കാണെങ്കിൽ വല്ലാത്ത പേടി തോന്നി. ഇത്ര നാളും യാതൊരു ചീത്തപ്പേരും കേൾപ്പിക്കാതെയാണ് താനും അനുജത്തിയും വളർന്നു വന്നത്. ഇനി എന്താവോ? അവൾ ആഷിയുടെ മുഖം ഒന്നോർത്തെടുക്കാൻ ശ്രമിച്ചു. ആകെ കൂടി തെളിഞ്ഞു വരുന്നത് ആരെയും വശീകരിക്കാൻ കഴിവുള്ള അവൻ്റെ കണ്ണുകളാണ്. ബാക്കിയെല്ലാം ബ്ലാങ്കായ അവസ്ഥയിലായിരുന്നു. വെളുപ്പാങ്കാലം ആയപ്പോഴാണ് മെഹർ ഒന്ന് കണ്ണടച്ചത്. സുബഹി ബാങ്ക് കേട്ടുകൊണ്ടുണരുന്ന പ്രഭാതമാണ് മെഹറിൻ്റേത്. ഡിസംബർ മാസം ആയതിനാൽ നല്ല തണുപ്പും കുളിരുമുണ്ട്. അരികിൽ മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങുന്ന അനിയത്തിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൾ പതിയെ എഴുന്നേറ്റു. ഉമ്മച്ചി ഉണർന്ന് നിസ്സാരവും പ്രാർത്ഥനയും കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോയി. മെഹർ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായ ശേഷം പ്രാർത്ഥിക്കാനായി പോയി. ഫോണിൻ്റെ ഡിസ്പ്ലേ തെളിഞ്ഞത് കണ്ടുകൊണ്ട് എടുത്തു നോക്കി. ഒരു മെസ്സേജ് വാട്സപ്പിൽ വന്ന് കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. വേഗം അത് എടുത്തു നോക്കി. അപ്പോഴാണ് തലേദിവസത്തെ ഓർമ്മകൾ അവളെ വന്ന് പുലുക്കിയത്. ഈശ്വര, ആഷിഖ്! അവൾ അറിയാതെ പെറുപെടുത്തു. ഗുഡ് മോർണിംഗ് മൈ ഡിയർ. ഒരു കാര്യം പറയാനായിരുന്നു. കല്യാണത്തിന് സാരിയൊക്കെ ഉടുത്തു വരുന്നത് കൊള്ളാം. പക്ഷെ എനിക്ക് കാണേണ്ട കാര്യങ്ങളൊന്നും ആരെയും പരസ്യമായി കാണിച്ചു നിൽക്കരുത്. എല്ലാം ഒളിപ്പിച്ചു വെച്ചേ വരാവൂ. സമയമാകുമ്പോൾ ഞാൻ കണ്ടോളാം. അവൻ്റെ മെസ്സേജ് വായിച്ചതും മെഹർ വേഗം അത് ഡിലീറ്റ് ചെയ്തു. എൻ്റെ അനുജത്തിയുടെ കയ്യിലാണ് ഫോണ്. സോ താൻ മെസ്സേജ് അയക്കരുത് പ്ലീസ്. വേഗം തന്നെ അവനൊരു മെസ്സേജ് അയച്ച ശേഷം അവളത് ഡിലീറ്റ് ചെയ്തു. അനുജത്തി കാലത്തെ 8 മണിക്ക് കോളേജിൽ പോകില്ലേ? 8:30 ഞാൻ മെസ്സേജ് അയക്കാം. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ് ഒക്കെ ചെയ്. സിറയുടെ ശബ്ദം കേട്ടതും മെഹർ വേഗം തന്നെ ഫോൺ മേശമേൽ വെച്ചു. ശേഷം അവളെയും വിഷ് ചെയ്തു. അടുക്കളയിലെത്തിയപ്പോൾ പത്തിരിയും ചിക്കൻ പിരട്ടും വേഗത്തിലുണ്ടാക്കുന്ന ഉമ്മച്ചിയെ കണ്ടു. മോളെ, രാമൻചേട്ടൻ പാലുകൊണ്ട് വെച്ചിട്ടുണ്ട്, ഈ അതിങ്ങെടുത്തേ. ഗേറ്റിൻ്റെ അടുത്തായുള്ള ഒരു ചെറിയ മതിലിൽ പാലിൻ്റെ കുപ്പിയിരിക്കുന്നത് ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവളും കണ്ടു. മഞ്ഞ് പൊതിഞ്ഞ അന്തരീക്ഷമായിരുന്നു. തണുപ്പും കുളിരും വന്ന് തന്നെ പൊതിഞ്ഞതായി അവൾക്ക് തോന്നി. ഇരു കൈകളും മാറിൽ പിണച്ചുകൊണ്ട് അവൾ മുറ്റത്തേക്കിറങ്ങി. അപ്പോഴേക്കും ന്യൂസ് പേപ്പറും വന്നു. തൻ്റെ കൂടെ പഠിച്ച അസ്ലമിൻ്റെ അനുജൻ അമറാണ് പേപ്പർ ഇടാൻ വരുന്നത്. അസ്സലാമു അലൈക്കും ഇത്ത. മെഹറിനെ കണ്ടതും അവൻ വിളിച്ചു പറഞ്ഞു. വലൈക്കും അസ്സലാം. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ക്ലാസ്സൊക്കെ കഴിഞ്ഞൂല്ലേ? ഇന്നലെ കൊണ്ട് തീർന്നൂടാ. ഇനി എന്താ അടുത്ത പ്ലാന്? MBA ആണോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല, റിസൾട്ട് വരട്ടെ. ഇനി എന്തോ പഠിക്കാനാ മോളെ? ഏതെങ്കിലും നല്ല ചെക്കന്മാരെ കിട്ടിയാൽ കെട്ടിച്ചയക്കാൻ നോക്കണ്ടേ? പ്രായം 20 കഴിഞ്ഞേ. അവരുടെ സംസാരം കേട്ട് റോഡിലൂടെ പോയ അടുത്ത വീട്ടിലെ പാത്തുമ്മയുടെ മറുപടി കേട്ട് മെഹറിനങ്ങോട്ട് ചൊറിഞ്ഞു കയറി വന്നു. എന്ന് ശരിത്താ, പിന്നെ കാണാട്ടോ. അവൻ തൻ്റെ സ്കൂട്ടി സ്റ്റാർട്ടാക്കി. പത്രം കൊണ്ടുപോയി മേശമേൽ വെച്ച് പാലുമായിട്ട് മെഹർ കലിപ്പിൽ ഉമ്മച്ചിയുടെ അടുത്തേക്ക് വന്നു. ആ പാത്തുമ്മയ്ക്ക് എത്ര വയസ്സ് കാണുമാ? എന്തേ? ചുട്ട പത്തിരി മുഴുവനും എടുത്ത് കാസറോളിൽ വെച്ച് അടച്ച ശേഷം അവർ തിരിഞ്ഞ് മകളെ നോക്കി. ഓടി ഒരു നാവ് അറുത്ത് മുറിച്ച് കളയാൻ തോന്നുക. ഈ കാര്യം പറ കുട്ടിയെ, എന്താ ഇപ്പം സംഭവിച്ചേ? ഞാൻ പാലെടുത്ത് തിരിഞ്ഞപ്പോൾ അമ്മൻ പേപ്പർ ഇടാനായി വന്നു. എന്നിട്ട് എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞൊന്ന് ഓനറിയാലോ. ആ, MBA ചെയ്യുന്നുണ്ടോ എന്ന് അവനൊന്ന് ചോദിച്ചു. അതും കേട്ട് പാത്തുമ്മ വന്നു. ഞാനൊട്ട് കണ്ടതുമില്ല. എൻ്റെ റബ്ബേ, എന്നിട്ട് അവരെന്തേലും പറഞ്ഞോ എന്നോട്? ഇനി പഠിപ്പൊന്നും വേണ്ട,
നല്ല ചെക്കനെ പിടിച്ച് കെട്ടിച്ച് ഏതെങ്കിലും പുരയിലും ഇടാൻ. അല്ലോ, ഇനി നോക്കണ്ട, അക്കച്ചിയുടെ പഠിപ്പ് തീർന്നു. കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗും പുസ്തകവുമായിട്ട് സെറ അവരുടെ അടുത്തേക്ക് വന്നു. ആ സംസാരം കേട്ട് അവൾ ഉറക്കെ പറയുകയാണ്, നീ മിണ്ടാണ്ട് വല്ലയിടത്തും പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടും. ആ, ഇപ്പം കുറ്റം എനിക്കായില്ലേ? പാത്തുമ്മ പറഞ്ഞാണ്. അത് വെച്ച് ഞാൻ പറഞ്ഞേ, കിഴക്കേലെ പണിക്കരേക്കാൾ കേമായിട്ട് പ്രവചനം നടത്തും. നാട്ടുകാർ പറഞ്ഞതല്ലേ ഇതൊക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും അക്കച്ച് വയലൻ്റായി. ഒരു പ്ലേറ്റിലേക്ക് 2 പത്തിരിയും കുറച്ച് ചിക്കൻ കറി വെച്ചതും കൂടി എടുത്തിട്ട് ഡൈനിങ് റൂമിലേക്ക് വന്നിരുന്നു കൊണ്ട് സെറ പിന്നെയും ഓരോന്ന് പറഞ്ഞു. ഉമ്മച്ചി ഒച്ച വെച്ചതും അടക്കി ചിരിച്ചുകൊണ്ട് അക്കച്ചിയെ നോക്കിയ ശേഷം അവൾ കഴിക്കൽ തുടർന്നു. നടക്കില്ല ആഷി, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ബന്ധം നടത്തിത്തരൂല. ഇവിടെ എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഞാനും ഉമ്മച്ചിയും ഉണ്ട്. നിനക്ക് യോജിച്ച പെണ്ണിനെ ഞങ്ങൾ കണ്ടെത്തിത്തരും. അല്ലാണ്ട് വല്ലയിടത്തും കിടന്ന ഏതോരുത്തിയെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാൻ സമ്മതിക്കൂല. ആഷിഖിൻ്റെ വാപ്പയായ മുഹമ്മദ് ഇന്ന് പലചരക്കടയിൽ ഇരുന്നപ്പോഴാണ് പള്ളിയിലെ ഉസ്താദ് പതിവില്ലാതെ ആ വഴി വന്നത്. കടയിൽ കയറുന്ന പതിവില്ലാത്ത കൊണ്ട് അയാളോട്ട് ഗൗനിച്ചുമില്ല. പക്ഷെ പതിവിന് വിപരീതമായിട്ട് അയാൾ കടയിൽ വന്നു. തിക്കും പോക്കും നോക്കിയിട്ട് മെല്ലെ തന്നോട് പറയുന്ന കാര്യങ്ങൾ കേട്ടതും ഞെട്ടി വിറച്ചു പോയി. ആഷി എന്നൊരു പെൺകുട്ടിയുമായി കോട്ടയത്തൂടെ കറങ്ങുന്ന കണ്ടു. സത്യമാണോ? അത് തൻ്റെ മകൻ ആഷി തന്നെയാണോ? അവനങ്ങനെ ഒരിക്കലും. തൻ്റെ കുടുംബത്തിൽ 2 പെൺകുട്ടികളുണ്ട്, അവൻ്റെ സഹോദരിമാർ. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അവനിങ്ങനെ ഒരു പ്രണയത്തിൽ പോയി ചാടുവോ? മകൻ ജോലി കഴിഞ്ഞ് വരുന്നത് വരെ അയാൾ പരവശനായിരുന്നു. അകലെ നിന്നും അവൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും അയാളുടെ നെഞ്ചിടിപ്പ് ഉയർന്നു വന്നു. ഇതെന്താ പറ്റിയേ? നേരം കുറെ ആയല്ലോ പുരപ്പുറത്തൂടെ എലി നടക്കും പോലെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. റസിയ, ആഷിയുടെ ഉമ്മ വന്ന് പലതവണ ഭർത്താവിനോട് ചോദിച്ചെങ്കിലും അയാൾ അറിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പങ്കുവച്ചില്ല. വാപ്പച്ചി ഇന്ന് നേരത്തെ വന്നോ? കച്ചവടം തീരെയില്ല ഇപ്പോൾ? ഉമ്മറത്തിരിക്കുന്ന മുഹമ്മദിനെ നോക്കി ആഷി ചോദിച്ചു. മടുപ്പാ. അയാളുടെ ശബ്ദത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ചായ കുടിച്ചിട്ട് നീ ഒന്ന് തുണി മാറി വാ, നമുക്ക് ഒരിടം വരെ പോകണം. എവിടേക്കാ വാപ്പച്ചി? അറിഞ്ഞാലേ നീ വരുവുള്ളോ? ഒരു 10 മിനിറ്റ്, ഇപ്പോൾ വരാം, പെട്ടെന്നവൻ പറഞ്ഞു. ചായ ഉഴുന്നുവടയും കഴിച്ച ശേഷം അവൻ പെട്ടെന്ന് തന്നെ അയാളുടെ അരികിലേക്ക് ചെന്നു. പള്ളിമുറ്റത്ത് ചെന്നാണ് ബൈക്ക് നിന്നത്. പടച്ചോനെ, വാപ്പച്ചി എന്തേലും അറിഞ്ഞോ ആവോ? പ്രശ്നമൊന്നും ആവല്ലേ? അവൻ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി. നിനക്കേതെങ്കിലും പെൺകുട്ടിയുമായി അടുപ്പമുണ്ടോ? യാതൊരു മുഖവരെയും കൂടാതെ അയാൾ ചോദിച്ചു. വാപ്പച്ചി. അറിയാതെ അവൻ വിളിച്ചുപോയി. ചോദിച്ചതിന് ഉത്തരം പറയാഷി. നീ ആർക്കെങ്കിലും വാക്ക് കൊടുത്തോ? വാപ്പച്ചി, അത് പിന്നെ ഈ പള്ളിമുറ്റത്ത് വെച്ച് എന്നോട് കളവ് പറയില്ല. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അത് സത്യമാണോ അല്ലയോ? എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. 3 വർഷമായിട്ട് ഞങ്ങൾ അടുപ്പത്തിലാണ്. അവൾ നല്ലൊരു കുടുംബത്തിലെ കുട്ടിയാണ് വാപ്പച്ചി. ഓളെ എല്ലാവർക്കും ഇഷ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. ചി, നാവടക്കട. അയാൾ മുരണ്ടു. വാപ്പച്ചി, പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നത് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനല്ല. പെങ്ങളൊരെണ്ണം പുരപുറഞ്ഞു നിൽപ്പുണ്ട്, പിന്നാലെ ഇളയതും. അവരെയൊക്കെ മറന്നുകൊണ്ട് നീ നിന്റെ തോന്നിവാസം പച്ചയ്ക്ക് കത്തിക്കും നിന്നെ. ഇതിവിടം കൊണ്ട് നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഈ മുഹമ്മദ് ആരാണെന്നറിയും. കൂടുതലൊന്നും പറയാതെ കൊണ്ട് അയാൾ മകനെ ഒന്ന് നോക്കിയ ശേഷം പള്ളിയിലേക്ക് കയറിപ്പോയി. താമസിയാതെ വീട്ടിൽ എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞു. ആകെക്കൂടി ബഹളം, കരച്ചിൽ. ഉമ്മ ആണെങ്കിൽ തൂങ്ങിച്ചാവാൻ വരെ ഒരുങ്ങി. ഞാൻ എന്ത് ചെയ്യാനാടാ? ഓർത്തിട്ട് തലയ്ക്ക് ഭ്രാന്താണ്. കൂട്ടുകാരനായ അജ്മലിനോട് തൻ്റെ സങ്കടമെല്ലാം ആഷി തുറന്നു പറഞ്ഞു. എടാ, ഏതെങ്കിലും ഒരാളെ നീ മറക്കണം. ഒന്നെങ്കിൽ മെഹർ, അല്ലെങ്കിൽ നിന്റെ കുടുംബം. രണ്ടും കൂടി നടക്കില്ലടാ, ഉറപ്പാ. അജ്മലേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇവിടെ 2 കൂട്ടരെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. മെഹറിനെ നീ കല്യാണം കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നിന്റെ വാപ്പച്ചിയും ഉമ്മയും
അമ്പിനും വില്ലിനും അടുക്കില്ല, അത് തീർച്ചയാണ്. പിന്നെ ആലിയ കെട്ടുപ്രായം എത്തി നിൽക്കുന്നു. മൂത്ത സഹോദരൻ ഏതോ ഒരു പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയെന്നറിഞ്ഞ ഒരുപക്ഷെ അവൾക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു ആലോചന പോലും വരില്ല. പിന്നെ മെഹറിനെക്കുറിച്ചാണെങ്കിൽ അവളും നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. താമസിയാതെ ഒരു ജോലി നേടും. പിന്നെ നിനക്ക് സ്വന്തമായിട്ട് വരുമാനമുള്ളവനാണ്. അവളെ വിളിച്ചോണ്ട് എവിടെയെങ്കിലും പോയി സ്വസ്ഥായി കഴിയാം. പക്ഷേ സ്വസ്ഥത എന്നൊരു സാധനം കിട്ടില്ല കേട്ടോ. കുടുംബക്കാരെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണോ, അതോ ഇത് മറക്കണോ? ഏതു വേണം നീ തീരുമാനിക്കേ. എടാ, നീ ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ ഉള്ളിൽ സമാധാനം കൂടി കളയില്ല പ്ലീസ്. നീ ആലോചിക്ക്. എന്നിട്ട് എന്തായാലും മെഹറും ഈ വിവരമൊക്കെ അറിഞ്ഞല്ലോ. അവളുടെ തീരുമാനം കൂടി നോക്കാം. അറിഞ്ഞപ്പോൾ മുതൽ പെണ്ണ് ഒരേ കരച്ചിലാണ്. അതിൽ പിന്നെ നേരാവണ്ണം ഒന്നും സംസാരിച്ചിട്ടില്ലടാ. നിനക്ക് എന്താ തോന്നേ? എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാ നിൻ്റെ പ്ലാന്? അജ്മൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എടാ, അവളെ ഉപേക്ഷിച്ചൊരു ജീവിതം അതെനിക്ക് ഓർക്കാൻ പോലും വയ്യ. പക്ഷേ എൻ്റെ വാപ്പച്ചി, ഇന്നുവരെ ഞാൻ വാപ്പച്ചിയെ ധിക്കരിച്ചിട്ടില്ല. ആണ്ടവരോട് തേട്, ഒരു വഴി കാണിക്കും. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. നീ എന്നാ വിട്ടോ, നേരെ ഒരുപാടായില്ലേ. ശരിടാ. ഹലോ, ആ സിദ്ദിഖാക്കയാണോ? അതെ അതെ, മുഹമ്മദാ. ഈ വരുന്ന 14-ന് കല്യാണം. അൽറമാൻ്റെ ടീച്ചറാണ്. തൊടുപുഴക്കാരിയാ പെങ്കൊച്ച്. 3 പിള്ളേര്. ഇവള് മൂത്തതാണ്. ഇല്ലില്ല, ഉപ്പയില്ലാത്ത കുട്ടിയാ. അയാൾ അറ്റാക്ക് വന്ന് 4 വർഷം മുന്നേ മരിച്ചു. വയസ്സ് 22 ആവുന്നു. അവനുമായിട്ട് 3 വയസ്സിൻ്റെ എളുപ്പം. കല്യാണം വിളി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പുരയിൽ. ഇവിടെ ഒരുത്തൻ നെഞ്ചു നീറിപ്പിടിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല. 100 വട്ടം വിളിച്ചവളെ ഒപ്പം ഇറങ്ങി വരാൻ പറഞ്ഞോണ്ട്. അന്നേരം അവൾക്ക് അവളുടെ അനുജത്തിയുടെ ഭാവി, ഉമ്മാടെ ഉപ്പാടെ എതിർപ്പ് സമ്പാദിച്ച് അവൾക്കൊരു ലൈഫ് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. ചെകുത്താനും കടലിനുമിടയിൽ നിന്നുകൊണ്ടാണ് താനിപ്പോൾ ജീവിക്കുന്നത്. അജ്മൽ പറയും പോലെ വരുന്നിടത്ത് വെച്ച് കാണാം. എന്നാൽ ഒരിക്കൽ കൂടി താൻ അവളെ വിളിക്കും. അവൾ ഇറങ്ങി വരുമെങ്കിൽ ഈ ചങ്കിലെ ചൂട് പോകും വരേക്കും കൂടെ കൂട്ടും, ഉറപ്പ്. ആഷി ഇരു കൈകളും തലയിലൂന്നി ഒരേ ഇരിപ്പാണ്. ഫോണിൻ്റെ നിർത്താതെയുള്ള ഇരമ്പൽ കേട്ട് മെഹറത് മെല്ലെ കയ്യെത്തിച്ചെടുത്ത് നോക്കി. ആഷിയാണ്. അവളതെടുത്ത് കട്ട് ചെയ്തു. എന്നിട്ട് തലേണയുടെ അടിയിലേക്ക് ഇട്ടുകൊണ്ട് അതിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റിട്ട് പൊതിഞ്ഞു. 7-8 തവണ വിളിച്ചിട്ടും എടുക്കാതെ വന്നപ്പോൾ ആഷിക്ക് ദേഷ്യം ഇരിച്ചു കയറി. തോറ്റു കൊടുക്കാനാവാതെ കൊണ്ട് അവൻ പിന്നെയും വിളിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഫോൺ അങ്ങനെ വെച്ചിട്ട് മെഹർ ഇറങ്ങി അടുക്കളയിലേക്ക് പോയി. ഞാൻ പറഞ്ഞില്ലേ ആഷി, എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും വിഷമിച്ചോണ്ട് ഒരു നിക്കാഹ്, അതിന് മാത്രം ഞാൻ സമ്മതിക്കില്ല. സോറിടാ, നമുക്കിത് ഇവിടെ കൊണ്ട് അവസാനിക്കാം. ആഷി പറഞ്ഞ പ്രകാരം എത്തിയതാണ് മെഹർ അവനോടൊന്ന് തുറന്ന് സംസാരിക്കാൻ വേണ്ടി. അങ്ങനെ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാൻ പറ്റൂടി നിനക്ക്? അത്രയ്ക്ക് നീ എന്നെ സ്നേഹിച്ചിട്ടുള്ളോ? അവൻ്റെ ശബ്ദം ആർദ്രമായി. എടാ, നിന്റെ ജീവൻ്റെ പാതിയാവാൻ ആഗ്രഹിച്ച് തന്നെയാണ് ഞാൻ നിന്നെ പ്രേമിച്ചത്. പക്ഷേ ഒപ്പം ഇറങ്ങി വരാനുള്ള മനക്കരുത്തൊന്നും എനിക്കില്ലടാ. അനിയത്തിയോടെ ഉള്ളതല്ലേ. ചേട്ടത്തി ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയി എന്നറിഞ്ഞാൽ അവൾക്ക് നല്ലൊരു ജീവിതം പോലും കിട്ടില്ല. എടി, എല്ലാവരുടെയും സമ്മതവും അനുഗ്രഹവും കൂടി കിട്ടിയ അതിനുശേഷം നിന്നെ സ്വന്താക്കാനൊന്നും എനിക്ക് പറ്റില്ല. നിന്നെപ്പോലെ തന്നെ എൻ്റെ വീട്ടിലുണ്ട് 100,000 പ്രശ്നം. നിനക്കൊരനുജത്തി ഉള്ളെങ്കിൽ എനിക്ക് 2 ഉണ്ട്. അവരെയൊക്കെ മറന്നുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്, ഒപ്പം കൂട്ടാൻ തയ്യാറായി നിൽക്കുന്നത്. നീ എന്താടി എന്നെ ഒന്നും മനസ്സിലാക്കാത്തത്? എനിക്കറിയാം ആഷി, മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇറങ്ങി വരാൻ പേടിയാ. ഉപ്പയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയല്ലേടാ എല്ലാ സുഖവും സന്തോഷവും ഒഴിഞ്ഞു വെച്ച് ആ മരുഭൂമി പോയി ജീവിക്കുന്നത്. ആ മനുഷ്യനെ നാണം കെടുത്താൻ വയ്യ. അത് പറയുകയും അവളുടെ മിഴികൾ നിറഞ്ഞു. തീർച്ചയാണോ? നിന്റെ തീരുമാനത്തിൽ മാറ്റം വല്ലതും ഉണ്ടോ? ആഷി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി.
സോറി ആഷി, എൻ്റെ അവസ്ഥ ഇതായിപ്പോയി. പിന്നെ എന്നത്തിനടി നീ ഈ പ്രേമോന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടത്? അന്നേരം ഓർത്തില്ലേ നിന്റെ വാപ്പച്ചിയും ഉമ്മച്ചിയും അനിയത്തിയും ഒക്കെ? എന്നെ വെറും പൊട്ടനാക്കുകയായിരുന്നല്ലേടി. അവന് ദേഷ്യം വന്നു. വീട്ടുകാരുടെ സമ്മതത്തോടെ കെട്ടാൻ ഞാൻ തയ്യാറാണ്, അല്ലാതെ പറ്റില്ലടാ. സോറി. ആയിക്കോട്ടെ, നേരം കളയാണ്ട് നീ ചെല്ല്. നല്ല മഴയ്ക്കാണെന്ന് തോന്നുന്നു, കാരുണ്ട്. ഞാനും പോവാം. ഇനി ഒരിക്കലും കാണരുതേ എന്ന് പ്രാർത്ഥിക്കാം. അതും പറഞ്ഞ് ആഷി തൻ്റെ ബൈക്കെടുത്ത് ഓടിച്ചു പോയി. സ്നേഹിച്ചവളെ കൂടെ കൂട്ടാനാവാതെ നൊമ്പരപ്പെട്ടുകൊണ്ട് ആഷി കരഞ്ഞപ്പോൾ ഇതൊന്നും അറിയാതെ അവനോടൊപ്പം ഒരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് അകലെയൊരുത്തിയുണ്ടായിരുന്നു. ഒരു പാവം പെണ്ണ്, റസിയ. പരേതനായ യൂസഫിൻ്റെയും റംലയുടെയും 3 മക്കളിൽ മൂത്തവൾ. ബി.എഡ് കഴിഞ്ഞ ശേഷം ഒരു പബ്ലിക് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി നോക്കുന്നു. കാലത്തിൻ്റേതായ യാതൊരു ആഡംബരങ്ങളും അല്പം പോലും ഇല്ലാത്ത ഒരു പാവം പെൺകുട്ടിയാണ് റസിയ. ഈശ്വരവിശ്വാസം ആവോളം ഉള്ളവൻ. ഇതേവരെയായിട്ടും കുടുംബത്തിൽ ഉച്ചത്തിൽ ഒരു വാക്കുപോലും ശബ്ദമുയർത്തി സംസാരിക്കില്ലവൾ. ടീച്ചർ, അല്പം കൂടി ഉച്ചത്തിൽ പഠിപ്പിക്ക്, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ വയ്യ. കുട്ടികളുടെ പരാതി കേട്ടാണ് അവളിപ്പോൾ പഠിപ്പിക്കുമ്പോൾ ശബ്ദം കൂട്ടിയത്. 22 വയസ്സായതേ ഉള്ളൂ. അപ്പോഴാണ് കൂടെ ജോലി ചെയ്യുന്ന ഈരാട്ടുവേട്ടക്കാരി ഒരു വിവാഹാലോചനയെക്കുറിച്ച് ഇവളോട് പറയുന്നത്. ഇപ്പോൾ നോക്കുന്നില്ലെന്നും 2 വർഷം കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂവെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ ടീച്ചറാണെങ്കിൽ ഫോൺ നമ്പർ മേടിച്ച് ഉമ്മച്ചിയെ വിളിച്ചു. പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു. പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് 2 ആഴ്ചയായുള്ളൂ. കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ചെന്ന് വിവാഹം ഉറപ്പിച്ചു. ചെറുക്കനെ നേരിട്ടൊന്ന് കണ്ടു. ആളാണെങ്കിൽ അതീവ ഗൗരവത്തിൽ. എന്നതെങ്കിലും സംസാരിക്കണോ? ചെക്കൻ്റെ ഒപ്പം വന്ന മാമ ചോദിച്ചു. വേണ്ട, പതിയെ മറുപടിയും കൊടുത്തു. എന്നിട്ട് അകത്തേക്ക് വലിഞ്ഞു. അതെ അക്കച്ചി, കുറെ നേരമായല്ലോ കനവ് കണ്ടിരിക്കുന്നു. ദേ ഉമ്മച്ചി വിളിക്കുന്നു, ഒന്ന് എഴുന്നേറ്റ് വായോ. നേരെ ഇളയ അനുജത്തിയാണ് നജ്മ. കളിയാക്കി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവളുടെ കവളെ ഒന്ന് പിടിച്ചുലച്ചിട്ട് റസി എഴുന്നേറ്റു. ആ മോളെ, ദേ റസി വന്നു, ഞാൻ കൊടുക്കാം. ആരാ? അവൾ മെല്ലെ ചോദിച്ചു. ആലിയ, ആഷിയുടെ അനിയത്തിയ. ഉമ്മച്ചി ചിരിച്ചുകൊണ്ട് ഫോൺ റസിയയ്ക്ക് കൊടുത്തു. ഹലോ ആലിയ. ആ റസിയത്ത, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അവിടോ? ഇവിടെ അങ്ങനെ തന്നെ. പിന്നെ ഞാൻ വിളിച്ചത് ഒരു ഊട്ടം ചോദിക്കാനായിരുന്നു. എന്താടാ? കല്യാണ ഡ്രസ് എടുക്കാൻ പോകണ്ടേ? സാരിയാണോ അതോ? കളറൊക്കെ മനസ്സിലുണ്ടോ? നജ്മയും നസ്മയും ഇന്നലെ ഓരോരോ കളേഴ്സൊക്കെ കാണിച്ചു. ഫോണിലുണ്ട്, പക്ഷെ അങ്ങനെ ഫിക്സ് ചെയ്തില്ല. അതെ, ഇത്തേക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് അയക്കാം, നോക്കണേ. ശരിടാ. അവിടെ എല്ലാവരും എന്തെടുക്കുന്നു? ഉമ്മച്ചി എവിടെ? ഉമ്മച്ചി അരികിലിരുന്ന് എല്ലാം കേൾക്കുന്നുണ്ട്. പിന്നെ വാപ്പച്ചി കടയിൽ പോയി, പിള്ളേർ സ്കൂളിലും. അണ്ണച്ചി ജോലി കഴിഞ്ഞ് വരുമ്പോൾ 6 മണിയാകും. എന്നാൽ ശരി കേട്ടോ, ഞാൻ വയ്ക്കാം. ഉമ്മച്ചിയൊക്കെ തിരക്കിയതാ പറയണേ. ദേ കൊടുക്കാം ഞാൻ. ആലിയ ഫോണ് ഉമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു. ഹലോ മോളെ, വാത്സല്യത്തോടെ അവർ വിളിച്ചു. ആ ഉമ്മച്ചി, സുഖാണോ മോളെ? ഓവ്, കല്യാണത്തിന് ഇനി അധികം നാളില്ലല്ലോ മോളെ. അതെ. മോൾക്കിനി ഇവിടെ എവിടെയെങ്കിലും ഒരു സ്കൂളിൽ ജോലി തരപ്പെടുത്താം. വാപ്പച്ചി പലരോടും പറയുന്നുണ്ട് കേട്ടോ. ശരി ഉമ്മച്ചി. കുറച്ച് സമയം കൂടി സംസാരിച്ച ശേഷം അവൾ ഫോൺ വെച്ചു. നല്ല ആളുകളാണെന്ന് തോന്നുന്നു. എൻ്റെ മോളോട് വലിയ സ്നേഹമാണ്. ഇപ്പം അവിടുത്തെ അമ്മയും നാത്തൂനും മോളെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഉമ്മച്ചിയാണെങ്കിൽ അടുത്ത വീട്ടിലെ ശാന്തേച്ചിയോട് പറയുന്നത് കേട്ട് റസി അടുക്കളപ്പുറത്തേക്ക് വന്നു. ആ മോളെ, മണവാട്ടിയാകാനുള്ള തയ്യാറെടുപ്പിലാണോ? എന്തായാലും നിനക്ക് നല്ലതേ വരൂ. നിന്റെ ഉമ്മ അതേപോലെ നാഴിക്ക് 40 വട്ടവും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ശാന്തേച്ചി പറഞ്ഞതും ഉമ്മച്ചിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. ശരിയാണ്, ഉമ്മച്ചി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അറിയാം, തങ്ങൾ 3 മക്കൾക്കും അറിയാം. റസിയ ഓർത്തുകൊണ്ട് ചുവരും ചാരി നിന്നു. തുടരും. ഇഷ്ടമായെങ്കിൽ ദയവ് ഇത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ലൈക്ക് ആൻഡ് കമൻറ്റും മറക്കല്ലേ.